ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ചേന്നമംഗലം സിനഗോ കണ്ടതിന് ശേഷം പാല്യം കോവിലകം കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ചേന്നമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന പാല്യം കോവിലകം കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ചന്മാരുടെ വസതിയായിരുന്നു. ആദ്യം പാല്യം കോവിലകം കളരിയായിരുന്നു. പിന്നീട് 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ഇത് പുതുക്കി പണിതു. ഡച്ചുകാരുടെയും പരമ്പരാഗത കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെയും സംയോജനമാണ് ഈ കൊട്ടാരത്തിൻ്റെ വാസ്തുവിദ്യാ ശൈലി. 3 നിലകളുള്ള ഈ കൊട്ടാരത്തിൽ വിപുലമായി കൊത്തിയെടുത്ത തടിപ്പടികളും ബൾസ്റ്റഡുകളും ഉണ്ട്. കുത്തനെയുള്ള മേൽക്കൂരയും കനത്ത മരത്തടികളും കൊട്ടാരത്തിനുണ്ട്. പാലിയത്തച്ചന്മാരുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്മാരകമായ പാല്യം നാലുകെട്ടിൻ്റെ വാസ്തുവിദ്യാ ശൈലിയിൽ നിന്നും ഇത് വ്യത്യസ്തമായി നിലകൊള്ളുന്നു. പാല്യം കൊട്ടാരവും നാലുകെട്ടും ഇന്ത്യ ഗവൺമെൻറ്റും കേരള സംസ്ഥാനവും ആർക്കിയോളജിക്കൽ മോണുമെൻറ്റ്സായി അംഗീകരിച്ചിട്ടുണ്ട്. പാല്യം കുടുംബമായുള്ള സംയുക്ത ഉടമസ്ഥാവകാശ പരിപാലന കരാർ പ്രകാരം 2 കെട്ടിടങ്ങളും നിലവിൽ മുസീരിസ് പദ്ധതിയുടെ കീഴിലുള്ള മ്യൂസിയങ്ങളാണ്. മലയാള സംഗീതത്തിൻ്റെ അഭിമാനമായ പി ജയചന്ദ്രൻ ജനിച്ചതും വളർന്നതും സംഗീതയാത്ര ആരംഭിച്ചതും ഈ പാല്യം കോവിലത്തു നിന്നാണ്. നന്ദനം എന്ന ഹൃദയസ്പർശിയായ മലയാള സിനിമയുടെ ലൊക്കേഷനും പാല്യം കോവിലം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കൊട്ടാരവും നാലുകെട്ടൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു. അവിടെ ഓരോ സ്ഥലത്തും നിന്നിരുന്ന ചേച്ചിമാർ നല്ല അടിപൊളിയായിട്ടാണ് അവിടുത്തെ ഹിസ്റ്ററിയും ആർക്കിടെക്ചറും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഗൈസ്. പിന്നെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ? അതാണ് ഇപ്പം കാണുന്നത്. നല്ല അടിപൊളി വിശപ്പായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ലഞ്ചിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.